അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊരു സാധനങ്ങളെ പരിചയപ്പെടുത്താനാട്ടോ. അപ്പോൾ നമ്മൾ നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ പുറം ഭാഗത്തുള്ള ചുമരുകളൊക്കെ തേക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്, കണ്ടോ. ഇത് കണ്ടാൽ നമുക്ക് ചെറിയൊരു സ്പോഞ്ച് കഷ്ണം പോലെ തോന്നില്ല, അതിൻ്റെ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇത് ആള് പുലിയാണ്, മാജിക്കൽ എറേസറാണ്. നമ്മളെ ചുമരുമുള്ള ചെളി, അതുപോലെ ഷൂ, എന്താണോ ചളി പിടിച്ച് കിടക്കുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നിങ്ങനെ ഡരുത്തി കൊടുത്താൽ മതി. അപ്പോൾ ചെളിയൊക്കെ പോകും. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് വരും. ഇത് ജസ്റ്റ് ഈ കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഇതിൽ മുക്കുക. നമ്മളെ ചളിയുള്ള ഭാഗം ഉണ്ടാവുമല്ലോ ചുമരുമലത്തതാ, ഇവിടെ ഇങ്ങനെ നല്ലോണം കൊണ്ട് എത്തി കൊടുക്കുക. കണ്ടോ ചളി പോണോക്കി, കണ്ടോ അത്ര പെട്ടെന്നാ പോയത്. ഞാൻ അതിലൊന്നും തേച്ചിട്ടില്ല, സോപ്പോ അതുപോലെ സർഫോ അങ്ങനെയുള്ള ഒരു ലിക്വിഡ് ഒന്നും നമ്മൾ തേച്ചിട്ടില്ല. കണ്ടോ ഇനി നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, എന്താ വെള്ളത്തിൽ മുക്കിയിട്ട് അപ്പോൾ ആ ഭാഗം നോക്കി നമ്മൾ കാണിച്ചെന്ന ആ ഭാഗം നമ്മളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ആ ഭാഗം എന്തായി, മറ്റേതൊക്കെ പെയിൻ്റാണ് കേട്ടോ, ആദ്യം പോയതാണ് അവിടെ പെയിൻറ്റ്. അതേപോലെ ഇവിടെ എന്തോ കുട്ടികളെന്തോ തേച്ചതോ എന്തോ ആണ് കേട്ടോ. ഇതൊന്ന് നോക്കി പോണത് കണ്ടോ, ഇത്ര പെട്ടെന്നാണ് പോയത്. ഇതാ ഇവിടെ ഉണ്ട് കണ്ടോ, ഈ ചെളി ഉണ്ടോ, കണ്ടോ പോയില്ലേ. അതുപോലെ ഇതിൻ്റെ മേലെ കണ്ട ഇവിടത്തൊക്കെ ചെളി എന്തോ തെറിച്ചതാണ്. ഇതാ ജസ്റ്റ് ഒന്ന് നമ്മൾ വെള്ളം നനച്ചിട്ട് ഒന്നിതാ കണ്ടാ ഇവിടുത്തെ ചെളിയൊക്കെ പോയി, ഫിനിഷായി അവിടെ കണ്ടാ. കണ്ടില്ലേ, ഇനി ഈ ചെളി നോക്ക്, താഴെ ഭാഗത്ത് നമ്മളെ പുറം ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പെയിൻ്റൊക്കെ കുറേ ഇളകിയിട്ടുണ്ട്, ഈ ചെളി പോണോക്കി കണ്ടാ. അപ്പോൾ ഇങ്ങനെയുള്ള എറേസറൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിയാലും നമുക്ക് കയ്യിന് ഭാരമില്ലാതെ ശരീരം ക്ഷീണിക്കാതെയൊക്കെ പെട്ടെന്ന് നമ്മളെ പണി എടുക്കാൻ പറ്റൂലേ. മറ്റേത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ചകിരിയൊക്കെ ഇട്ട് ഉരക്കുകയാണെങ്കിൽ എത്ര സമയം വെച്ച് ഇങ്ങനെ ഉരതണം. ജോലിയൊക്കെ കഴിയുമ്പോൾ നമ്മളെ കൈ ഒരു വിധമായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മാജിക് എറേസറൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് നനച്ചുള്ളിപ്പണി പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ അത് ഞങ്ങളെ കയ്യിലുണ്ടായതുകൊണ്ടാണ് ഞങ്ങളെ വീടിൻ്റെ ഉള്ളിൽ മൊത്തം കഴിഞ്ഞ്. ഇനി നമ്മളെ പുറമേ ഉള്ള ചുമര് ഭാഗം ഉണ്ട്, അതും കൂടി ക്ലീൻ ആക്കണം. അപ്പം നമ്മളെ കയ്യിൽ ഇപ്പോൾ ഈ സാധനം ഇല്ല. അപ്പം ഇനി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിത് എത്തിക്കാൻ പറ്റും. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള മാജിക് എറേസറൊക്കെ ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യട്ടോ.